വളരെ യാഥാസ്ഥിതിക കത്തോലിക്ക ഫാമിലി ആയിരുന്നു. 5 നേരം പ്രാർത്ഥിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകുന്ന തരം കുടുംബമായിരുന്നു. ഉറക്കെ സംസാരിക്കാൻ പാടില്ല പറയും, പ്രത്യേകിച്ച് മുതിർന്നവരുടെ മുമ്പിൽ. അമ്മാമ്മയോട്, അപ്പനോട്, ഇളയപ്പനോട്, വല്യമ്മയോട്, എൻ്റെ അമ്മോട് 4 പേരോട് ഉറക്കെ പറയാൻ പാടില്ല. ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു. കാരണം എൻ്റെ സങ്കല്പത്തിലെ നായകന്മാര്, പുരുഷന്മാരെന്ന് പറഞ്ഞാൽ രാജ് കപൂർ, അങ്ങനെയൊക്കെയുള്ള ആ പാട്ടുകള്, അവരുടെ രീതികള്, അവരുടെ ആക്ഷൻസ്, അവരുടെ ഉടുപ്പ്, നടത്തം, അതൊക്കെയാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാർ റഫ് ആയിട്ടുള്ള കർഷകൻ എന്തത് ജീവിതത്തിന് നേരെ ഒരു വെട്ട് 2 മുറി എന്ന് പറയുന്ന തരം. പിന്നെ പരുഷമായിട്ടുള്ള ജീവിതം യാഥാർത്ഥ്യങ്ങളോടല്ല ഏറ്റുമുട്ടണേ. മനുഷ്യരുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളോടാണല്ലോ ഇദ്ദേഹത്തിന്. രാജ് കപൂർ ആവാൻ പറ്റില്ലല്ലോ. അവിടെ എനിക്ക് കണ്ടെത്താൻ പറ്റിയ 2 പുസ്തകങ്ങള്. ഒന്ന് ബൈബിള്, സ്വാഭാവികം. പിന്നെ കുറെ ടെക്സ്റ്റ് ബുക്കുകള്. പിന്നെ കണ്ടത് കാമശാസ്ത്രത്തിന്റെ മറിഞ്ഞുപോയ കുറെ നീ നല്ല ക്രിസ്ത്യാനി ആവാനാണോ നല്ല എഴുത്തുകാരി ആവാനാണോ തീരുമാനിച്ചേക്കണേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് നല്ല എഴുത്തുകാരിയായി മതി എന്ന് പറഞ്ഞു. എന്നാ നിന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കും. തൂലികാനാമത്തോട് എനിക്ക് ഭയങ്കര ഭ്രമായിരുന്നു. ഉറൂബ് എന്നൊക്കെ എന്തൊരു പേരാണിത്. അതുപോലെ പല തൂലികാനാമങ്ങളും. അപ്പം ഞാൻ തീരുമാനിച്ചു. പിന്നെ എനിക്ക് സാറ എന്നുള്ള പേര് പോരാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പേര് അല്ലേ, ആര് ശ്രദ്ധിക്കാനോ ഈ ഒരു പേര്. പിന്നെ റകാരം, അതൊക്കെ കൊണ്ട് എന്താ ഇപ്പം ഇതിനെ ചെയ്യാന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കാർത്തിക എന്ന് പറയുന്ന തൂലികാനാമം സ്വീകരിച്ചു. അത് കാർത്തിക പേര് കോമൺ ആണ്? അല്ല, കാർത്തിക എൻ്റെ നാളാണ്. TTCക്ക് പഠിക്കുമ്പോൾ ഗീതമോളെ പ്രഗ്നന്റ് ആയിരുന്നു, മൂത്ത മകളെ. അവളെ പ്രഗ്നന്റ് ആയിരുന്നു ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ് ഇയറിൽ അവളെ പ്രസവിച്ച് 40 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും പഠിക്കാൻ വന്നത്. MAക്ക് പഠിക്കുമ്പോൾ സംഗീത പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ വലിയ വയറും വെച്ചിട്ടാണ് പരീക്ഷ എഴുതാൻ പോണത്. അപ്പോൾ കമന്റുകൾ ഇങ്ങനെ വരും, ഈ ചേച്ചി ഏത് പരീക്ഷ ആദ്യം എഴുതുക? ഇപ്പോഴും ഞാൻ ഓർക്കേണ്ടത്. പിന്നെ പൊളിറ്റിക്കലാണ് ആ നാട്, നമുക്കറിയാലോ. ഇടതുപക്ഷത്തിൻ്റെ ഒരു ചെങ്കോട്ട എന്നൊന്നും പറഞ്ഞാൽ പോരാ, ചെങ്കോട്ട എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു സ്ഥലം. അപ്പം അതിനാൽ മറ്റ് കോളേജുകളിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അന്തരീക്ഷത്തിൻ്റെ പാരമ്പര്യം പട്ടാമ്പി കോളേജിനുണ്ടായിരുന്നു. അവിടെ അസംതൃപ്തരാണ് ഈ വിപ്ലവമായിട്ട് പുതിയ വേറെ കൂടുതൽ ശരിയായ ഒരു ഇടതുപക്ഷം നിർമ്മിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. ഇത് രണ്ടും നമുക്ക് എന്താ പറയുക, ഒന്നൊന്നിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് കാണേണ്ടതുണ്ട്.